ask laska emo I ast liebe ahaba bolinga cinta ishq mile love kadal preeti pyaro prati maatalonu preme premane dodalo vela maatalni kosa premaga vaatito poola chendokati chesa అందుకో నెచ్చని నీకిదే కానుక ഇത്രയും നാളെ കൂടിയിട്ടുള്ളത് ഈ ചെലവിലൊതുക്കാന്ന് നീ വിചാരിക്കണ്ട. ആദ്യം ഇത് പിടിക്കുക, ബാക്കി പിന്നെ സെറ്റാക്കാം. അതെ നമുക്ക് വല്ലതും ഓർഡർ ചെയ്താലോ? എനിക്ക് നല്ല വിശപ്പ്. അതിന് ആമയൊന്നും വന്നില്ലല്ലോ. നീ ചേച്ചീനെ വിളിച്ചേ, എവിടെ എത്തിയെന്ന് ചോദിക്കേ. ഞാൻ വിളിച്ചു, എത്താനായിന്നാ പറഞ്ഞത്. ഇത് പറഞ്ഞോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായില്ലേ? എനിക്ക് വിശക്കുന്നു. തൽക്കാലം ഒരു ഐസ്ക്രീമില് നിന്റെ വിശപ്പിനെ പിടിച്ചു വെക്കാൻ നോക്കാം. ബാക്കി അവർ വന്നിട്ട് അത് വേണ്ട, ഐസ്ക്രീം ഇപ്പൊ കഴിച്ചാലേ ഫുഡ് കഴിക്കാൻ ഒരു സുഖം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് ആദ്യം ഫുഡ് എന്നിട്ട് ഐസ്ക്രീം. ഞങ്ങളെത്തി. അന്നാ നമുക്ക് തുടങ്ങിയാലോ? നീ എവിടെ പോയി കിടക്കുമായിരുന്നു? എപ്പം വരാൻ വേണ്ടി പറഞ്ഞതാ ഞാൻ. എന്നോടൊന്നും ചോദിക്കണ്ട, എല്ലാം നിന്റെ പെങ്ങള് കാരണമാ. നിന്നെയല്ല എന്താ ചെയ്യണ്ടേ? ഒരു കാര്യത്തിന് ഇറങ്ങാൻ പറഞ്ഞ കേക്കില്ല. കണ്ണ് തെറ്റിയ ഇതിനിങ്ങോട്ട് കാണാൻ പോകാം. അത് ഞാനിന്ന് നേരത്തെ ഇറങ്ങിയത് കൊണ്ടല്ലേ. പിന്നെ 3 ആഴ്ചത്തോളമായി ഞാൻ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നല്ല കുട്ടിയായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്നത് മാറ്റാന്ന് വെച്ച് ലേശം ഉളുപ്പ് അത് നിനക്കില്ലാന്നറിയാം. എന്നാലും അവനൊരു ഇച്ചിരിയെങ്കിലും സമാധാനം കൊടുത്തൂടെ? വേറെ ആരുടെയും കൂടെ അല്ലല്ലോ, ഇവന്റെ കൂടെ അല്ലേ. ഇവൻ എന്താണ് എന്റെ മാത്രാണ്. അല്ലടാ, നിനക്കൊരു കുഴപ്പമില്ലല്ലോ. അതെ, എല്ലാരും വന്നില്ലേ? ഇനിയെങ്കിലും നമുക്ക് കഴിക്കാൻ പോയാലോ? എനിക്ക് വിശക്കുന്നുണ്ട്. നിനക്ക് ഈ വിചാരം മാത്രമേ ഉള്ളൂ. ജീവിക്കുന്നതേ തിന്നാനല്ലേ, അപ്പൊ അതിനിങ്ങനെ പിടിച്ചു നിർത്താൻ പാടില്ല. അവന് വയറ്റില് കോഴിക്കുഞ്ഞിന് പകരം കോളാർ പാണ്ടേനെ വല്ലതും വെച്ചോണ്ട് നടക്കുന്ന തോന്നുന്നു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, നമുക്ക് ഒരാൾ കൂടെ വരാനുണ്ട്, എന്നിട്ട് പോവാം. ഇനി ഒരാളോ? നമ്മളല്ലാതെ വേറെ ആരെയും നീ വിളിച്ചത്? അത് ഒരാള് ഇപ്പൊ വരും, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ആ ഇതാ വന്നല്ലോ. വൈറസോ? ഇതെന്താ ഇവിടെ? സ്റ്റോറി ഞാൻ വായിക്കല്ലേ. എങ്ങനെയായിട്ട് ഒരുമിച്ചെടുക്കേണ്ട നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്കും കടന്ന് പുറങ്ങിപ്പോയി. അതാ. അന്ന് അവിടെ തന്നെ കിടന്നുറങ്ങിയ പോരാണോ? എന്തിനാ ഇന്നലെ വന്നത്? ഇവനാ ഞാൻ പറഞ്ഞ വർമ്മയുടെ പ്രൊഡക്റ്റ്. ആര്? ഇവനോ? കണ്ടിട്ട് പാവായിട്ടുണ്ടാവുന്ന തോന്നുന്നു. പാവമല്ല, പാവാട. തുമ്പ മാത്രമേ പാവത്താനെ പോയുള്ളൂ. സ്വഭാവമേ മഹാക്കറിയാം. അപ്പോ നീയും തരാം അവനും തരാം, രണ്ടുപേരും ഇരിക്കില്ല. ഇതിലെന്താ പ്രശ്നം? നീ എന്റെ സൈഡാണോ അവന്റെ സൈഡാണോ? അല്ല, എന്റെ ഇങ്ങനെ വാലിനോട് ചോദിച്ചതാ. നിനക്ക് എന്താ ഇപ്പം വേണ്ടേ? ഞാൻ അവനോട് ചോദിക്കണം. വേണം, ചോദിക്കണം. ഇപ്പൊ തന്നെ ചോദിക്കണം. എനിക്കും ചോദിക്കാനും പറയാനും ആളൊക്കെ ഉണ്ടെന്ന് അവനൊന്നും അറിയട്ടെ. നീ തീർന്നതാ, നീ തീർന്നു. ഹായ് ഋഷി, ഞാനാമി. നമ്മളെ എവിടെങ്കിലും വെച്ച് കണ്ടതായിട്ട് തനിക്ക് ഓർമ്മയുണ്ടോ? എന്താടി അണ്ണാ കുഞ്ഞെ, എന്റെ റിലേ വില അടിച്ചു പോയോ? അറിയാത്ത പോലെ പെരുമാറുന്നേ. നമ്മളൊന്നും ആരെയും മറന്നിട്ടില്ലേ? നീയല്ലേ കണ്ടിട്ട് മൈൻഡ് പോലും ആക്കാതിരുന്നത്. ഇവിടെ ഇപ്പൊ എന്താ നടക്കണേ? ഈ വഴക്ക് പറയാൻ ഏൽപ്പിച്ച ആളല്ലേ അവിടെ ചിരിച്ചും കളിച്ചും നീന്തിക്കൊണ്ടിരിക്കുന്നത്? നീ
ഇപ്പോഴും ഇവളുടെ കൂടെ തന്നെയല്ലേ, ഒരു മാറ്റവും ഇല്ലല്ലോ. എന്ത് ചെയ്യാനാ, കണ്ണ് തെറ്റിയാല് ഏതെങ്കിലും ഒരു കുഴി ചാടിയിട്ട് പണി വാങ്ങി തിരിച്ചു വരും. അതിലും ഭേദം കൂടെ നടക്കുന്നതാ. നീ എന്താ ഈ കാണിക്കുന്നേ? ഞാൻ പറഞ്ഞതെന്താ, നീ ചെയ്യുന്നതെന്താ? അവനോട് എന്തിനു ചിരിച്ച് സംസാരിക്കുന്നേ? ദേഷ്യപ്പെട്. എന്തിനാ ഗാർലിക്ക് അവളുടെ ചെവി തിന്നുകൊണ്ടിരിക്കുന്നേ? ഞാൻ പറയാൻ വിട്ടുപോയി. ഋഷി, ഇത് അന്നി, എന്റെ അനീറ്റ. അന്നി, ഇത് ഋഷി, എന്റെ ഫ്രണ്ടാ. അപ്പം നിനക്ക് വേണം നേരത്തെ അറിയാമോ? അതിനെ എനിക്ക് അറിയാന്ന് പറഞ്ഞത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വാഹിയുടെ അനിയനാ. ആ കിഴങ്ങന്റെ അനിയനാണോ? വെറുതെ അല്ല, ഞാൻ വന്നില്ലേ അത്ഭുതമുള്ളൂ. ഓ, എന്തായാലും നിന്റെ അത്രയും വരില്ല. എന്താണ് അവൾക്കൊരു കുഴപ്പം? എന്റെ അനീറ്റയെന്ന ഒറ്റ കുഴപ്പം മാത്രമേ ഞാൻ അവളിൽ കാണുന്നുള്ളൂ. അല്ലാത്തത് നോക്കുവാണെങ്കിൽ അവൾ ഓക്കെയാടാ. പൊടിപ്പട്ടി. നിനക്ക് വേറെന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? വേറെന്ത്? പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. അല്ല, സാധാരണ എന്നെ കാണുമ്പം നീ ഫസ്റ്റ് ചോദിക്കുന്നത് ഏട്ടന്റെ കാര്യമാ. ഇന്നത് കണ്ടില്ല. അതിന് ഞാനിപ്പോ അങ്ങേത്തെ കൂടെ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ടാ ചോദിക്കാന്. അതെങ്ങനെ മനസ്സിലായില്ല? ഞാൻ നിങ്ങളുടെ കമ്പനിയിലാണ് മിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അതല്ല, ഇപ്പോ എങ്ങനെ കേറി പറ്റി? അതെല്ലാം എങ്ങനെയോ പറ്റി. അതിനെ പറ്റി പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. നിങ്ങൾ വരുന്നുണ്ടോ? എനിക്ക് വിശന്നിട്ട് കുടല് കരഞ്ഞ് മണം പുറത്തു വരാൻ തുടങ്ങി. അതിന് ആരെങ്കിലും എന്തെങ്കിലും മേടിച്ചു കൊടുത്ത്, ഇല്ലെങ്കിൽ നമ്മളെ തിന്നും. ഇന്നെന്താ ഈ വീട് ഇത്രയും നിശബ്ദമായിട്ടിരിക്കുന്നേ? ഇവിടെയുള്ളവരുടെ വായില് ആരെങ്കിലും വല്ല പ്ലാസ്റ്റർ ഒട്ടിച്ചോ? അതിന് അവരെല്ലാം ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? എന്തു പറ്റി? എല്ലാരും അവിടെ പോയി. വഴക്കിന്റെ തുടക്കവും അവസാനം പുറത്തു പോയിട്ടാണ്. വരാൻ രാത്രിയാവുന്ന വിളിച്ചു വന്നത്. ഭാഗ്യം, എന്തെങ്കിലും വീട് തലകീഴാക്കാതെ ഉണ്ടല്ലോ. നിനക്ക് കഴിക്കാൻ വേണ്ടേ? വേണ്ട, ഞാൻ വെളിയിൽ നിന്ന് കഴിച്ചിട്ടാണ്. അമ്മ കിടക്കാൻ പൊക്കോ. എടാ കൊല്ലവനെ, അതെന്റെ തോക്ക, എടുക്കരുത്. എടാ, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കടാ, ഞാനിവിടെ പെട്ടിരിക്കുക. ഈ നത്തിന് ഉറക്കമില്ലേ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? കുംഭകർണന്റെ അമ്മായി കിടന്നുറങ്ങിയോ? ഇന്ന് നേരത്തെയാണല്ലോ. ഇതെന്താ ഇങ്ങനെ കിടക്കുന്നേ? എടി, മര്യാദ കിടന്നേ. ആര് കേൾക്കാൻ? ഉറങ്ങിക്കഴിഞ്ഞാ പിന്നെ ആര് കൊല്ലാൻ വന്നെന്ന് പറഞ്ഞാലും അനങ്ങത്തില്ലല്ലോ. അപ്പി, ഓ ഇതിലും ഭേദം ഞാൻ എവിടെ എവിടെയെങ്കിലും പോയി കിടക്കുന്നതാ. അവൾ ഇതുവരെ വന്നില്ലേ? ആരാ സാർ? ആമി. അല്ല, ആല്യ. ഇല്ല സാർ, കുറച്ച് വൈകൂന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു. ചേച്ചി അല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? ഈ ഷോപ്പിങ്ങിന് മാത്രം ഒരു കുറവില്ലല്ലോ. അത് പിന്നെ ചേച്ചിയെ കണ്ടിട്ടല്ലേ ഞാൻ പഠിക്കുന്നേ. നീ എന്തിനാണ് എന്നെ കണ്ടുപിടിക്കുന്നേ? ഉള്ളതും കൂടെ ചീത്തയാവാനോ? എന്നെ വീട്ടിൽ കയറ്റാതാക്കുവല്ലേ? നീ ഏട്ടനെ കണ്ടുപിടി. ഏട്ടനെ കണ്ടുപിടിച്ച ഡീസന്റ് ആയിപ്പോ. അതാ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അല്ലേ അനിയൻ. ഇനി മേല ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോയിട്ടുണ്ട്. അടിപിടിക്കാനാണ് പോയിട്ട് ഇനി വെള്ളം പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്ന ഞാൻ നേരെ അച്ഛൻ്റെ അടുത്ത് പറയും. വേറെ ഒന്നും ഉണ്ടാകത്തില്ല. ചതിക്കല്ലേ എന്റെ പൊന്നു ചേച്ചി, ഞാൻ നന്നായി. കണ്ടാ മതി. അന്നാ ഇനി എവിടെയും കറങ്ങാതെ നേരെ വീട്ടിലേക്ക് ചെല്ല്. ഞാൻ ഓഫീസിൽ കയറാൻ നോക്കട്ടെ. ഇപ്പോഴേ സമയം വയ്ക്കും.
എന്നോട് സാറിനെ കണ്ടിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാ പറഞ്ഞ്. ശ്ശോ, ഈ മാഹിയറിനെ എന്നെ കാണാതിരിക്കാൻ വയ്യാതെയോ. എനിക്ക് നാണം വീണു. എന്താണ്? ഒന്നുമില്ല. ഞാനെന്നാ സാറിനെ പോയി കണ്ടിട്ട് വരാവേ. അല്ല, സാർ എവിടെ കാണും? അവിടെ എവിടെയും ആരെങ്കിലും ചീത്ത പറഞ്ഞോണ്ട് നടപ്പുണ്ടാവും. ഓക്കെ, ഞാൻ എന്നാ പോയിട്ട് വരാം. എന്നെ വിളിച്ചോളൂ പറഞ്ഞു. എന്തിനാ? ആര് പറഞ്ഞു? അത് വരും. ഇപ്പൊ സമയത്തായി. അതറിയാനാണോ എന്നെ വിളിച്ചേ? സാറിന്റെ പേര് വായിച്ചത്? അല്ലല്ലോ. എന്ത് പറ്റി? അത് ഓർക്കാവുന്നില്ലേ? വാറമ്മ ഗ്രൂപ്പിന്റെ സിഇഒയുടെ കയ്യില് ഒരു വാച്ച് പോലും മര്യാദക്കില്ലേ? സാരമില്ല, ഞാൻ മേടിച്ചേരാം. എന്റെ ആവശ്യത്തിനുള്ള സാധനം മേടിക്കാൻ എനിക്കറിയാം. അതിന് വേറൊരാളുടെ സഹായം എനിക്ക് ആവശ്യമില്ല, പ്രത്യേകിച്ച് നിന്റെ കയ്യിൽ. അതെന്താ? ഞാൻ മേടിച്ചെന്നാ നിങ്ങളുടെ കയ്യിൽ അതിരിക്കില്ലേ? അതോ വല്ല പുഷ്ടം പിടിക്കോ? നിന്നെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എപ്പോ എന്താ ചെയ്യുന്നതെന്ന് ആർക്കറിയാം? അറിയണമെങ്കിൽ ചെയ്ത് നോക്കണം, അല്ലാതെ എങ്ങനെയാ മനസ്സിലാവുക? മേടിച്ചു തരാൻ ആളുള്ളപ്പം നമ്മുടേതെല്ലാം എന്തിനാണ്? ഞാൻ തന്നോട് ചോദിച്ചതിന് മാത്രം മറുപടി വന്നാൽ മതി. അന്നാ സമയം 7:45 പോരെ? ആണല്ലോ. ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴാണോ നിനക്ക് കയറി വരാൻ കണ്ടത്? ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞു, നിന്റെ ഇഷ്ടത്തിന് പോകാനും വരാനും ആണെങ്കിൽ വേറെ വല്ല സ്ഥലവും നോക്കണമെന്ന്. ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് വേണം കേൾക്കാൻ. അതെങ്ങനെയാ? ജോലിയിലല്ലോ ശ്രദ്ധ, ബാക്കിയുള്ളതിനാണല്ലോ. കണ്ടവരുമായിട്ട് കറങ്ങാൻ പോയി പുറകെ നടത്തെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിന് എവിടെയാ സമയം? പെണ്ണാണെങ്കിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുക, അല്ലാതെ എല്ലായിടത്തും കയറി നടന്നിട്ട് വല്ലവനൊക്കത്ത് കൊച്ചിനെ ആക്കിയിട്ട് പോകുമ്പോഴായിരിക്കും നീയൊക്കെ പഠിക്കുന്നത്. നീ എന്താ എന്നെ നോക്കി പഠിപ്പിക്കാണോ? പോയി വർക്ക് ചെയ്യാൻ നോക്ക്. അതെ. എന്താ? എന്നെ ഇത്രയും പറഞ്ഞിട്ടും ഞാനൊന്നും മിണ്ടാതെ കേട്ടിരുന്നത് എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാ? അല്ലെങ്കിൽ എന്നെ ഇതേപോലെ തള്ളിയിട്ട് കൊന്നേനെ. ഇതിപ്പം നിങ്ങളെ എനിക്ക് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. കാര്യമൊന്നും അറിയാതെ ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ വൈകി വന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു റീസൺ ഉണ്ട്. അതാദ്യം ചോദിക്കേണ്ടത്, അല്ലാതെ എടുത്തു ചാടി ദേഷ്യപ്പെടുവല്ല. പിന്നെ എന്നെ നോക്കാൻ എനിക്കറിയാം, അതിന് വേറൊരാളുടെ സഹായം ആവശ്യമില്ല. എന്നെ എനിക്ക് ചുറ്റുള്ളവരെ നല്ലപോലെ അറിയാം. അവൻ വന്നിരിക്കുന്നു, ഒക്കത്ത് കൊച്ചിനെ വെച്ചുതരാം. പോയ പോലെയല്ലല്ലോ തിരിച്ചു വരുന്നത്. എന്തേ? സാർ ചെയ്ത് പറഞ്ഞു. സാറില്ല, പോട്ടെ. അങ്ങേരുടെ ചീത്തയൊന്നും എന്റെ റൂമത്ത് പോലും വയ്ക്കില്ല. ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടും, അത്രേ ഉള്ളൂ എനിക്ക്. എന്നാലും നന്നാവാൻ ഉദ്ദേശമില്ലല്ലേ? വീട്ടുകാര് പറഞ്ഞിട്ട് പോലും കേട്ടില്ല. പിന്നെ അങ്ങേര് കുട്ടി പോയി ജോലി ചെയ്യോ? റൂം നമ്പർ 105 ആൾക്ക് ഇന്നല്ലായിരുന്നു സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അയാളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും, ഞാൻ വരാം. അത് ഡോക്ടർ, അയാളുടെ സർജറി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. വാട്ട്? ഞാനിതറിയോ? അതെങ്ങനെ? ആൾക്ക് നേരത്തെ പെയിൻ വന്നു, അതുകൊണ്ട് ആ കേസ് ഋഷി ഡോക്ടർ നോക്കാന്ന് പറഞ്ഞു. അയാൾ എന്റെ പേഷ്യന്റ് ആണെന്ന് അറിയായിരുന്നല്ലോ. എന്നിട്ട് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യാൻ പോലും തോന്നിയില്ലേ? അത് ഡോക്ടർ, ഋഷി ഡോക്ടർ പറഞ്ഞപ്പോ എന്നെ അറിയിക്കാതിരുന്നല്ലേ? എന്നോട് അനുവാദം ചോദിക്കാതെ ഇന്ന് അവന്റെ ഒരു ഷെഡ്യൂൾ ലിസ്റ്റ് ചെയ്യണ്ട. എന്തെങ്കിലും അവൻ പറഞ്ഞിട്ട് വരുവാണെങ്കിൽ എന്നോട് ചോദിക്കാൻ പറ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എമർജൻസി ആയതുകൊണ്ട് സർജറി ചെയ്തതിനൊന്നും ഒരു കുഴപ്പവും ഞാൻ പറയുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് അറിയിക്കാനുള്ള മാന്യത അവൻ കാണിച്ചോ? അവൻ ആരാണ് അവന്റെ വിചാരം? എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനാണോ? വരട്ടെ, വൈറസ് ഇങ്ങോട്ട് വരട്ടെ. വന്നോ? ഇന്നെന്താ വൈകിപ്പോയല്ലോ? ഓഹോ, പോകുന്നതെല്ലാം നല്ലതാ. എന്നാലും നിനക്ക് വേണ്ടി ഞങ്ങൾ കുറച്ചുപേര് ഇവിടെ ഉണ്ടെന്ന കാര്യം മറക്കരുത്. അപ്പോ നീ ഒന്ന് വെളിയിൽ നിൽക്കുവോ? ഞാനിത് മാറ്റിയിട്ട്
ഉച്ച കഴിഞ്ഞ് ഒരു മൈനർ സർജറി കൂടിയില്ലേ, അതിന് ചെറിയ മീരയാണ് ഞാൻ അസൈൻ ചെയ്യുന്നത്. അത് പിന്നെ ഡോക്ടർ, അന്വി ഡോക്ടറിനോട് പറയാതെ ഇന്ന് ഡോക്ടറിന്റെ ഒരു കാര്യം ഷെഡ്യൂൾ ചെയ്യണ്ടെന്നാ പറഞ്ഞത്. ആ അതെന്തിന്? അതറിയില്ല, ഡോക്ടറിനോട് തന്നെ ചെന്ന് ചോദിക്കാനാ പറഞ്ഞത്. ഈ കുരുട്ടിന് ഇന്ന് ദന്തിന്റെ പിരിയിളകിയിരിക്കുക. ഓരോ ദിവസം ഓരോ പ്രശ്നമായിട്ട് വരും. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. നിന്റെ ചേച്ചിയെ കാണാം. എന്നോട് പിന്നെ വരാൻ പറയാൻ നീ ആരുടെ ചെറുക്ക? എന്റെ ഓർമ്മയുടെ കാര്യം പറയാൻ നീ ആരുടെ കുഞ്ഞു ചെറുക്ക? ദേ കൂടുതൽ കളിച്ചാരുണ്ടല്ലോ, നിന്റെ ആ രണ്ട് ഉണ്ട കണ്ണില്ലേ, അത് ഞാൻ ഈ കുത്തിയെടുക്കും. കരയില്ലേ? എന്തിനാ കരയില്ലേ? ഞാനൊന്നും ചെയ്തില്ല. പിള്ളേരോട് അടികൂടാൻ അതിന് ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല. താൻ എന്തുവാടോ? ഇതൊരു കുഞ്ഞു കൊച്ചല്ലേ, എന്തിനാ ഇതിനോട് ഇങ്ങനെ ചെയ്യുന്നേ? അതിനവൻ കള്ളം പറയുക, ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല. തന്നെ പറ്റി ഇവന് കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? തനിക്ക് നാളെ ഇല്ലേടോ? അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല.